ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും അടുത്തേക്ക് പോരുമ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും ഇപ്രാവശ്യം വന്ന ഫോണൊക്കെ മാറ്റി വെച്ച് ഉമ്മാൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, ഉമ്മാക്ക് എല്ലാ പണിയും എടുത്തു കൊടുക്കണം, ഉപ്പാൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ. ഇവിടെ അങ്ങോട്ട് എത്തി ബെഡ് അങ്ങോട്ട് കണ്ട ടീം വേറെ അല്ല അതൊക്കെ അവിടെ ഇടും കേട്ടോ. എന്നിട്ട് എൻ്റെ എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ചെയ്യലും തിരക്കാവും. എനിക്കിവിടെ വരുമ്പോഴുള്ളൂ എൻ്റെ കാര്യങ്ങളൊക്കെ വേഗം നടത്താൻ പറ്റട്ടോ. അവിടെ ആകുമ്പോൾ എനിക്ക് ടൈം കിട്ടൂല. സത്യം പറഞ്ഞാൽ ഞാനൊരാൾ തന്നെ വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, വോയിസ് കൊടുക്കണം, അപ്ലോഡ് ചെയ്യണം. അവിടെ ആകുമ്പോൾ പിന്നെ നെറ്റും ഉണ്ടാവില്ല, ഇവിടെ ആകുമ്പോൾ വൈഫൈ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഫോണും ഞാനും ബെഡുമായിട്ട് അഗാധമായ പ്രണയത്തിലാവും. ഇന്ന് എന്തായാലും അതിന് നിൽക്കൂല കരുതിയിട്ട് രാവിലെ തന്നെ നീച്ചിട്ട് എളാപ്പാൻ്റെ അവിടേക്കും ചെറിയപ്പൂൻ്റെ അവിടേക്കും ഒക്കെ പോയേക്കാണ് കേട്ടോ. അപ്പൂസ് പോവാൻ കുറേ ആയി കരയും ചെയ്യുന്നു. പൊന്നൂനും സോണിക്കൊക്കെ എടുത്ത ഡ്രസ്സൊക്കെ നോക്കിയിരുന്നപ്പോഴേക്ക് മഴ പെയ്തു കേട്ടോ. അതിൽ പിന്നെ അവിടെ വെറുതെ കുറേ നേരം ഇരുന്നു. ചോറുന്നിട്ട് പോവാമെന്ന് പൊന്നു കുറേ പറഞ്ഞു കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ബേക്കറിയൊക്കെ കഴിച്ച് അവിടുന്ന് നേരെ വീട്ടിലേക്ക് മടങ്ങിയതാണ്. അപ്പോഴാണ് അതിനോൻ്റെ അവിടേക്ക് പോവാൻ റിച്ചു പറഞ്ഞ് അപ്പൂസ് അതിലൊക്കെ കയറി പോണത് കേട്ടോ. അപ്പം നേരെ അതിനോൻ്റെ വീട്ടിലേക്ക് പോയി. നമ്മൾ തറവാട് വീട് നിൽക്കുന്നിടത്തുനിന്ന് ചെറിയപ്പൻ്റെ വീട്ടിലേക്ക് കുറച്ചുണ്ട് കേട്ടോ. അവിടുന്ന് കുറച്ചുകൂടെ പോയാലാണ് അതിനോൻ്റെ വീട്. ഞങ്ങൾ ചെന്നപ്പോൾ റിച്ചു ഉറങ്ങായിരുന്നു കേട്ടോ. അവനൊക്കെ എണീറ്റ് ഫുള്ള് ഇവർ കളി സജീവമാണ്. ഞങ്ങളും കൂടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് ഫുഡൊക്കെ കൊടുന്നു കേട്ടോ. മധുഹൂത്തും അൽഫാമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഈവനിങ്ങിലാണ് മടങ്ങിയത് കേട്ടോ. പോരുന്ന സമയത്ത് നല്ല മഴ പെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് അതിനും ആക്കി തരാമെന്ന് കുറേ പറഞ്ഞു. ഞങ്ങൾ വേഗം പോകുന്നതുകൊണ്ട് മഴയൊക്കെ കൊണ്ടുട്ടോ. വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ച് അപ്പൂസും ഉമ്മാൻ്റെ കൂടെ ഓരോ കളി കൂടെ നിസ്കാരത്തിൽ കൂടെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഞങ്ങൾ കിടക്കാൻ നോക്കട്ടെ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.